ഇതാ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നു SFIയുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി സാദിഖ് അവിടുത്തെ വിദ്യാർത്ഥിയാണ്, ആ ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്, ഞങ്ങളുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ സബ് കമ്മിറ്റി കൺവീനറാണ്. അന്ന് അവിടെ ASP ഉൾപ്പെടെ മുഴുവൻ അവിടുത്തെ വിദ്യാർത്ഥികളോടും ഈ കാണുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഒരിക്കൽ പോയി സംസാരിക്കണം. അവർ പറഞ്ഞു തരും അവിടുത്തെ ഭീകരാന്തരീക്ഷം എന്തായിരുന്നു എന്ന്. ആരെയും തല്ലിക്കൊല്ലും എന്ന നിലപാടിലായിരുന്നു MSFും ലീഗും. ഇന്നലെ പറഞ്ഞല്ലോ MSFിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അതിന്റെ പുറത്ത് ലീഗ് ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഉള്ളിലുണ്ടായിരുന്ന വെറും SFI മാത്രം. എന്തിനാണ് SFIയെ നേരിടാൻ ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസ് ഒക്കെ വന്നത്? ഈ ഇലക്ഷൻ അട്ടിമറിക്കാനായിരുന്നു. അവിടെ കിട്ടാവുന്ന 2 UUCയെ SFIക്ക് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിക്കാണ്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് അതിന് വഴങ്ങാൻ കഴിയില്ല. അവിടുത്തെ ബാലറ്റ് എണ്ണം, പിന്നെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊക്കെയും, തങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യമുണ്ടെങ്കിൽ, തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും കുറച്ച് PR എക്സസൈസ് നടത്താനുണ്ടെങ്കിൽ ആ PR എക്സസൈസിന് തങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വല്ല ഫേസ്ബുക്ക് ലൈവോ കുറച്ച് മാധ്യമങ്ങളോ വിളിച്ചിട്ട് പറയണമല്ലാതെ നിങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ അതേ ഭാഷയിൽ SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികൾ ഓരോരുത്തരും വന്ന് തങ്ങളെ അങ്ങ് തിരിച്ചു വിമർശിക്കുമെന്ന് കരുതരുത്. ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ രാഷ്ട്രീയത്തോടാണ് ഞങ്ങൾക്ക് വിമർശനം. ഇത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടായാൽ നല്ലതാണ്. ഇത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധി ഇല്ലാത്തതാണ് നിങ്ങൾ ഇങ്ങനെയായി പോയത്. ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റാത്തതാണ് ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം. അതിന് ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് താൽക്കാലം നിങ്ങളോട് ഒരു വ്യക്തിപരമായ പ്രശ്നവുമില്ല. പ്രശ്നം ഇതാണ്, കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയമാണ്, അവരുടെ അവകാശമാണ്. സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചേ മതിയാകൂ. ആ പ്രതിരോധത്തിന് കൂടുതൽ വിദ്യാർത്ഥികളെ അണിനിരത്തിയേ മതിയാകൂ. ആ പ്രതിരോധത്തിന് അണിനിരത്താനുള്ള ശക്തി ഇന്ന് കാലിക്കറ്റിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായി പറയാനുള്ളത്. അവിടുത്തെ പത്രക്കുറിപ്പ് ഉൾപ്പെടെ, ഇതാ FIRഉം പത്രക്കുറിപ്പും ഉൾപ്പെടെയുണ്ട്. FIRന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. FIRൽ അവിടെ വിനോദ് ചന്ദ്രൻ എന്ന IRB ബറ്റാലിയനിലെ പോലീസുകാരൻ, അനിൽകുമാർ, ശരൺകുമാർ, വിപിൻ വി പിള്ളെ ഉൾപ്പെടെ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ അക്രമമേറ്റതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിയേർക്കപ്പെട്ടവരിൽ കുറച്ചുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ പലരും ഈ നിലയിൽ അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇത് FIRലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി വായിക്കാം. ഇന്ന് 10/10/2025 തീയതി 2 മണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആവലാതിക്കാരനും പാർട്ടിയും യെല്ലോ ഡ്യൂട്ടി ചെയ്ത് വരവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്തിൽ വോട്ടെണ്ണൽ കൃത്രിമം നടത്തുന്നു ആരംഭിച്ച് 1 മുതൽ 4 കൂടിയ UDSF പ്രവർത്തകരും നേതൃത്വത്തിൽ കണ്ടാൽ അറിയാവുന്ന 100ഓളം പ്രവർത്തകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ EMS സെമിനാർ ഹാളിന് സമീപം വെച്ച് കമ്പുകളും വടികളുമായി ന്യായവിരോധമായി സംഘടിച്ചു നിൽക്കുകയായിരുന്നു. കാരണപ്പെട്ടതിൽ ടിയാളുകളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിനാൽ ടിയാളുകൾ പിരിഞ്ഞു പോകാനായതിൽ നിന്നും ടിയാൻമാർ പിന്തിരിപ്പിക്കുന്നതിനായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചാർജുള്ള തിരൂരങ്ങാടി തഹസിൽദാർ ശ്രീ അബ്ദുൾ ഹക്കീം KT അവരുടെ ഉത്തരവ് പ്രകാരം സംഘം ചേർന്ന UDSF പ്രവർത്തകരെ സ്വാഭാവികമായും അവിടെ മാറിപ്പോകാനുള്ള ലാത്തി ചാർജ് പ്രയോഗിക്കുന്ന ഘട്ടത്തിൽ ന്യായമായും സംഘം ചേർന്ന് പോലീസിനെ കല്ലെറുകയും കമ്പും വടിയും കൊണ്ട് അടിക്കുകയും ചെയ്തതിൽ തത്സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പാണ്ടിക്കാട് IRB ബറ്റാലിയനിലെ CPO 1622 വിനോദ് ചന്ദ്രൻ എന്ന ആളുടെ കണ്ണിന് ഗുരുതര പരിക്ക്. 5% കാഴ്ച അദ്ദേഹത്തിന് ഇന്ന് ആ കണ്ണിനുള്ളൂ. ഈ അക്രമം നടത്തിയവരാണ് ഇന്നലെ വന്ന് ന്യായീകരിച്ചത്. എന്തിനായിരുന്നു അക്രമത്തിന്റെ കാരണമെന്ത്? ഇതിനൊന്നും ഒരു ഉത്തരവുമില്ല. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഞാനിപ്പോ പറഞ്ഞു മുഴുവൻ UUCമാരെ കുറിച്ചും മുഴുവൻ കോളേജിനെ കുറിച്ചും ലിസ്റ്റും കണക്കും ഒക്കെ തന്നു. എന്നിട്ട് അതിന് മറുപടി എന്താ തന്നറിയോ? ഞങ്ങളുടെ നവമാധ്യമ പോസ്റ്ററിന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചിട്ട് SFI തേരോട്ടം, കഴിഞ്ഞ തവണ തേരോട്ടം, അതിനു മുമ്പ് തേരോട്ടം. ഞങ്ങൾ പിന്നെ ജയിച്ചു എന്നല്ലാതെ തോറ്റു എന്ന് പറയാൻ പറ്റുമോ? MSF പ്രസിഡന്റ് ജയിച്ചാൽ ജയിച്ചു എന്ന് പറയണ്ടേ? ജയിച്ചപ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്ര കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ കോളേജുകളുടെ എണ്ണം തരാന്ന് പറഞ്ഞു. അത് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ഇങ്ങോട്ട് കാണിച്ചിട്ട് എന്താ അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അങ്ങായി എന്ന് പറയുന്ന ആ ഉത്തരവൊക്കെ ചിലപ്പോ MSF കമ്മിറ്റിയിൽ വില പോവും. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരം തന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു, എത്ര UUCമാർ തെരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ച കോളേജുകൾ എത്ര കോളേജുകൾ, ഈ 5 ജില്ലകളിൽ എത്ര കോളേജിൽ ജയിച്ചു, എത്ര UUCമാരുണ്ട്? പറ്റെങ്കിൽ പറ. ഇതൊന്നും പറയാതെ വെറുതെ
വെറുതെ വന്ന് വെടിവെച്ച് പോകാം എന്ന് കരുതരുത്. അതുകൊണ്ട് തന്നെ MSFന്റെ ഈ തരത്തിലുള്ള വേലത്തരങ്ങളും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെയും ആ നിലയിൽ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കാലിക്കറ്റ് സർവകലാശാലയിൽ ശക്തമായ നിലയിൽ അത് ഞങ്ങൾ പ്രതിരോധിക്കും. അവിടെ തിരികെ വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ DSU തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യും. അത് വോട്ടെണ്ണണം എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് ഞങ്ങൾ നിൽക്കുകയാണ്. വോട്ടെണ്ണിയേ മതിയാകൂ. ആ വോട്ടെണ്ണി ആ പ്രക്രിയ പൂർത്തീകരിക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അനന്തു എന്നൊരു ചെറുപ്പക്കാരൻ RSS ശാഖയിൽ ചെറുപ്പകാലം തൊട്ടേ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ശാരീരിക അക്രമങ്ങൾക്കും അതോടൊപ്പം തന്നെ ലൈംഗിക അക്രമങ്ങൾക്കും ഇരയായിക്കൊണ്ട് ഒരു നീണ്ട അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കോട്ടയത്താണ് സംഭവം. ഗുരുതരമായ വിഷയമായി SFI ഇതിനെ കാണുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ബാലഗോകുലം എന്ന നിലയിലും പരിവാർ സംഘടന എന്ന നിലയിൽ ABVPയും ക്യാമ്പസുകളിൽ, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള നിങ്ങൾക്കുൾപ്പെടെ അറിയാം, ക്യാമ്പസുകളിൽ ആയുധ പരിശീലനം നടത്തുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. സംസ്ഥാനത്തെ വ്യത്യസ്ത ക്യാമ്പസുകളിലുണ്ട്. ഈ പ്രവണത അവസാനിപ്പിക്കേണ്ടതുണ്ട്. RSS ക്യാമ്പിൽ നടക്കുന്നത് എന്ത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അനന്തു. അതുകൊണ്ട് RSS എന്ന മലീമസമായ രാഷ്ട്രീയം അവർ രാജ്യാധികാരമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് ഹിറ്റ്ലറും ചെയ്തിട്ടുണ്ട്, മുസോളിനിയും ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അവർ ശരിയാണെന്നല്ല. അവരുടെ തെറ്റായ നയങ്ങൾ, അവരുടെ രാഷ്ട്രീയം തന്നെ തെറ്റാണ് എന്ന് ഉറക്കെ തുറന്നു പറയേണ്ടതുണ്ട്. അതിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അനന്തുവിന്റെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏത് ശാഖയിലാണോ, ഇതാണ് RSSന്റെ പ്രത്യേകത. കാരവൻ ഏറ്റവും അവസാനം ഇപ്പോൾ അടുത്തിറക്കിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, RSS നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവുമായി ഒരു ലേഖനം ഇറക്കിയിരുന്നു. 100 വർഷത്ത് ശാഖയിൽ അംഗങ്ങൾ ആര് നടത്തിയ ശാഖ, ഇതൊന്നും ഒരു ചോദ്യവും വ്യവസ്ഥയും ഇല്ല. നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യുമല്ലോ, SFI യൂണിറ്റ് ഇന്ന യൂണിറ്റ്, DYFI ഇന്ന യൂണിറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അതുപോലെ RSSന്റെ കാര്യത്തിലുണ്ടോ? RSSന്റെ കമ്മിറ്റികളെ കുറിച്ചോ ഘടകങ്ങളെ കുറിച്ചോ ആർക്കെങ്കിലും ധാരണയുണ്ടോ? ഇത്ര രഹസ്യ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനത്തിനെതിരെ ഏത് ഘട്ടത്തിലാണ്? ഗാന്ധി വധത്തെ തുടർന്ന് ഗോഡ്സെക്കെതിരെ ആ ഘട്ടത്തിൽ RSS ആരോപണം ഉണ്ടായപ്പോൾ അവർ അതിൽ നിന്ന് ഊരിയത് ഇതേ സമാനമായ സാഹചര്യം ഉപയോഗിച്ചാണ്. ഗോഡ്സെ RSS അല്ല എന്ന് അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഇതേ ഭരണഘടനയില്ലാത്ത, സ്ട്രക്ചർ ഇല്ലാത്ത, മനുഷ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന RSSന്റെ സ്വഭാവത്തെ ഉയർത്തിപ്പിടിച്ചാണ്. അതേ നിലയാണ് അനന്തുവിന്റെ കാര്യത്തിലും. ഇതിന്റെ ഉത്തരവാദികൾ ആരെന്ന് കണ്ടെത്തണം. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ അതിന്റെ ഭാഗമായി ഉണ്ടാകണം. സംഘപരിവാറിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ, ക്യാമ്പസുകളിൽ ഈ ആയുധ പരിശീലനം, VTM NSS പോലെ, MG കോളേജ് പോലെ ഒരു ഘട്ടത്തിൽ SFI തുനിഞ്ഞിറങ്ങിയതാണ്. സമാനമായ പ്രവർത്തനങ്ങൾ ഇപ്പോ ശ്രീശങ്കരാചാര്യയിൽ ഞങ്ങൾ അവസാനം പൂട്ടിക്കെട്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. സമാനമായ നിലയിൽ തന്നെ ഞങ്ങൾ ഇടപെടും. ഒരു കാരണവശാലും വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ മലീമസമായ രാഷ്ട്രീയവുമായി സംഘപരിവാറിനെ കടന്നു വരാൻ അനുവദിക്കില്ല.